യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഒരുവന്റെ ഭൂതകാലം പലപ്പോഴും പല തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കും. ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ പണ്ടെങ്ങനെ ആയിരുന്നു എന്ന് വ്യക്തമായി അറിയാവുന്നവർ തീർച്ചയായും ആ വ്യക്തിയെ പിന്നീട് അത്ര കണ്ട് വിശ്വസിക്കുകയോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്യാറില്ല. പണ്ടെങ്ങോ ഒരു പെൻസിൽ മോഷ്ടിച്ചവൻ ഇന്നും 40ഉം 50ഉം വർഷത്തിന് ശേഷവും കള്ളൻ എന്ന് തന്നെ അറിയപ്പെടും. ഒരുവന്റെ മേൽ വീണ ഒരു ദുഷ്പേര് എത്ര കാലം കഴിഞ്ഞാലും മാറ്റാൻ കഴിയില്ല എന്നതാണ് സത്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 26 മുതൽ 31 വരെ വായിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു അനുഭവം ശൗലിനും ഉണ്ടായി. ശൗൽ യെരുശലേമിലെത്തി. അവിടെ അപ്പോസ്തലന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ യെരുശലേമിലുള്ള ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രതികരണം തികച്ചും നിരാശാജനകമായിരുന്നു. ഈ വന്നിരിക്കുന്ന ശൗൽ ഉപദ്രവകാരി എന്ന് മാത്രമേ അവർക്ക് അറിവുള്ളൂ. അത് സത്യമായിരുന്നു താനും. ശൗലിന് വന്ന മാനസാന്തരത്തെപ്പറ്റി ആർക്കും തന്നെ അറിവില്ലായിരുന്നു. ആയതിനാൽ പുതിയ തന്ത്രവുമായാണോ ശൗൽ എത്തിയത് എന്നവർ സംശയിച്ചു. അവനെ വിശ്വസിച്ചില്ല, മാത്രവുമല്ല അവനെ പേടിക്കുകയും ചെയ്തു. യെരുശലേമിലെത്ത ശൗലിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ന്യായാധിപ സംഘത്തിലെ ഒരുവൻ, ക്രിസ്തുമാർഗത്തെ പീഡിപ്പിക്കാൻ അധികാരപത്രവുമായി ദമസ്കസിലേക്ക് പോയവൻ, യഹൂദ മതത്തിൽ ഏറ്റവും എരിവുള്ളവൻ, ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു. സകലവും ഉപേക്ഷിച്ച് താൻ ഏതു മാർഗത്തെ തുടച്ചു നീക്കാൻ ശ്രമിച്ചുവോ ആ മാർഗത്തിനു വേണ്ടി നിലകൊള്ളുന്നവനായി വന്നു. ശൗലിന്റെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ പള്ളിക്കാർക്കോ സഹപ്രവർത്തകർക്കോ അവനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അവരും അവനെ കൈക്കൊണ്ടില്ല. ഇപ്പോൾ ഇതാ ക്രിസ്തു ശിഷ്യന്മാരും ശൗലിന്റെ ഭൂതകാലം ഓർത്ത് അവനെ മാറ്റി നിർത്തുന്നു. ശൗൽ മാനസാന്തര കഥ മെനഞ്ഞ് ക്രിസ്ത്യാനി എവിടെയുണ്ട് എന്ന് രഹസ്യമായി അറിഞ്ഞവരെ മുഴുവനായും നശിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കും. ഈ ഒരവസ്ഥ നമുക്കാണ് ഉണ്ടായതെങ്കിൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കും? എന്നെ അവർക്കും വേണ്ട, ഇവർക്കും വേണ്ട, ദൈവവും എന്നെ കൈവിട്ടതായിരിക്കും. മുറിവേറ്റ ഹൃദയവുമായി ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞ് ഒരുപക്ഷെ ജീവിതം തീർക്കുമായിരിക്കും. എന്നാൽ ദൈവം വിളിച്ച വിളി വ്യത്യസ്തമായിരുന്നു. ഒരുവനെ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ ജനനത്തിന് മുമ്പ്, ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ഉലക സ്ഥാപനത്തിന് മുൻപേ എന്നെയും നിന്നെയും വിളിച്ച ദൈവം നമ്മെക്കുറിച്ചുള്ള പദ്ധതി മുന്നമേ ഒരുക്കിയിട്ടുണ്ട്. ആയതിനാൽ ശൗലിന് ക്രിസ്തു ശിഷ്യന്മാരുടെയും യഹൂദന്മാരുടെയും തിരസ്കരണം നേരിട്ടിട്ടും ദൈവം അവനെ തിരസ്കരിച്ചില്ല. ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരുവനെ ദൈവം ഉപയോഗിച്ചു. ശൗലിനെ മറ്റു ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മറ്റാരുമല്ല, ബർണബാസ് ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ബർണബാസ് ആരാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ശൗലിനെ പറ്റി ബർണബാസിന് എങ്ങനെയാണ് അറിവ് കിട്ടിയത്? ബർണബാസ് കുപ്രോസ് ദ്വീപുകാരനും ശൗൽ തർസോസിലെ കിലിക്കിയിൽ നിന്നുള്ളവരായിരുന്നു. ആ ദേശങ്ങൾ തമ്മിൽ അത്ര ദൂരം ഉണ്ടായിരുന്നില്ല. ശൗലിന്റെ ഭൂതകാലം നന്നായി ബർണബാസിന് അറിയാമായിരുന്നു. ദമസ്കോസിൽ വെച്ചുള്ള ക്രിസ്തീയ ദർശനത്തെപ്പറ്റിയും മാനസാന്തരത്തെപ്പറ്റിയും ഒരുപക്ഷെ ബർണബാസിന് അറിവ് കിട്ടിയിരിക്കാം. എന്തായിരുന്നാലും ഒരുവനെ തിരിച്ചറിയാനുള്ള വിവേചനപരം ബർണബാസിനുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ നല്ല വശം കണ്ട് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രബോധനപുത്രനായ ബർണബാസിന് കഴിഞ്ഞു. ഇന്നും ഇതുപോലെയുള്ള ചിലർ സഭകളിലുണ്ടാകണം. ആളുകളെ വ്യക്തമായി മനസ്സിലാക്കി അവരെ കൂടെ കൂട്ടണമോ വേണ്ടയോ എന്ന് ആത്മാവിൽ മനസ്സിലാക്കുന്ന ചിലരെങ്കിലും ഓരോ സഭയിലും ഉണ്ടായിരുന്നുവെങ്കിൽ പല സഭകളും രക്ഷപ്പെട്ടേനെ. വിശ്വാസത്തിൽ ഒരു ശിശുവായിരുന്ന ശൗലിനെ അന്ന് യെരുശലേം സഭ ചേർത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ ക്രിസ്തീയ സഭയ്ക്ക് വലിയ നഷ്ടം വന്നേനെ. ബർണബാസ് ശൗലിന്റെ മാനസാന്തര കഥ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിഞ്ഞ് അപ്പോസ്തലന്മാർക്ക് അത് വിവരിച്ചു കൊടുത്തു. അസൂയയില്ലാത്ത, സ്വാർത്ഥലാഭം നോക്കാത്ത ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു ബർണബാസ്. യെരുശലേമിൽ ശൗൽ തന്റെ പ്രസംഗം തുടർന്നു. പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ യേശുവിനെതിരെ പ്രസംഗിച്ചവൻ, പ്രവർത്തിച്ചവൻ ഇതേ സ്ഥലത്ത് തന്നെ യേശു തന്നെ ദൈവപുത്രൻ മശിഹ എന്ന് പ്രസംഗിക്കുന്നു. ഇവിടെയും മറ്റു യഹൂദന്മാർ വെറുതെ ഇരുന്നില്ല. ശൗലിനെ കൊല്ലുവാൻ വട്ടം കൂടി. കാരണം ശൗൽ കൂടി ഈ മാർഗക്കാരോടൊപ്പം ചേർന്നാൽ സ്ഥിതി പണ്ടത്തേതിലും വഷളാകും എന്നവർ ചിന്തിച്ചു. യവന ഭാഷക്കാരായ യഹൂദന്മാരുടെ പള്ളികളിൽ സ്തേഫാനോസിനെ പോലെ തന്നെ അദ്ദേഹം പ്രസംഗിച്ചു. സ്തേഫാനോസ് പൂർത്തിയാക്കാതെ പോയ ജോലി ശൗൽ തുടരുകയാണ്.
സ്തേഫാനോസ് പണ്ട് അവരോട് തർക്കിച്ചതുപോലെ ഇവിടെ ശൗലും സംഭാഷിച്ച് തർക്കിച്ചു എന്ന് നാം വായിക്കുന്നു. അവർക്കോ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വിശ്വാസഘാതകനും ശത്രുപക്ഷത്ത് ചേർന്നവനും യഹൂദ വിശ്വാസം തള്ളിക്കളഞ്ഞവനുമായ ശൗലിനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഒരിക്കൽ കൂടി ദൈവകരുണയാൽ ശൗൽ രക്ഷപ്പെടുന്നു. ശൗൽ മാനസാന്തരപ്പെട്ടതോടെ 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്ന സമാധാനം യെരുശലേം സഭയ്ക്കുണ്ടായി. കൂട്ടത്തിൽ വലിയ പോരാളിയെ തകർത്താൽ ജയിക്കാൻ എളുപ്പമാണ്. ഇവിടെ ശൗൽ എന്ന ഉപദ്രവകാരി പീഡകൻ ഇനിയില്ല. നശിപ്പിക്കാൻ ശ്രമിച്ച അതേ ഊർജത്തോടെ ശൗൽ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിയായി മാറി. സഭയ്ക്ക് സമാധാനവും ആത്മീയ വർധനയും ഭക്തിയും പരിശുദ്ധാത്മ പ്രബോധനവും ഒക്കെ കൈവന്നു. അംഗങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു. ഭൂതകാലം എങ്ങനെയായിരുന്നാലും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ പഴയത് കഴിഞ്ഞു, സകലവും പുതുതാക്കപ്പെട്ടു. മാത്രമല്ല, ബർണബാസിനെ പോലെ ഒരു പ്രബോധനപുത്രൻ ഉണ്ടെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അനേകർ മുൻപോട്ട് വരും. എന്നാൽ ശൗലിനെ പോലെ ഒരു ഭൂതകാലമുള്ള വ്യക്തിയെ ശൈശവദശയിൽ കൂടെ കൂട്ടാൻ ആരും മനസ്സ് വയ്ക്കുകയില്ല. ഇന്നും ബർണബാസിനെ പോലെയുള്ളവർ നമ്മുടെ സഭകളിൽ എഴുന്നേക്കട്ടെ. ഇതേ അനുഭവം നമുക്കുമുണ്ടാകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.